ഞാൻ ഇന്നേ വരെ ഞാൻ കേക്ക് ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേരെ കേട്ടോ എന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കോതമംഗലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേരെ കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് കേക്ക് വേണമെങ്കിൽ പറഞ്ഞേരെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ മോളുടെ ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ പറഞ്ഞേക്കാന്ന്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ജിനി ഓർഡർ ചെയ്തൊരു 1.5 kg റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഇത്. ഈ ഡിസൈൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തൊരു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് പർപ്പിൾ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഇതുപോലെ ചെയ്തത്. അപ്പോൾ ഈ പെറ്റൽ നെയിൽസിൽ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ ചിലർ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്നത്തെ ചെയ്തതെന്ന് തോന്നുന്നു. അന്ന് തന്നെ എനിക്കൊരു റൗണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ്. എൻ്റെ സ്ഥിരം കസ്റ്റമറായി ആര്യായിരുന്നു. അവളെന്നോട് പറയാറുള്ളത് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തോന്ന്. അപ്പോൾ ഇതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഞാൻ ആ റൗണ്ട് കേക്കിലും പിടിപ്പിച്ച് വിട്ടത്. കാരണം ക്രീം എന്തായാലും എടുത്തത് കളർ മിക്സ് ചെയ്തുണ്ടായിരുന്നു, അവൾക്ക് ഡിസൈൻ പ്രത്യേകിച്ച് എന്താ വേണ്ടതെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 2 കേക്കിലും ഒരുപോലെ ഇരുന്നോട്ടെ എന്ന്. അതുകൊണ്ട് തന്നെ പെറ്റൽ നോസിൽ ഉപയോഗിച്ചിട്ടുള്ള പർപ്പിൾ യെല്ലോ കോമ്പിനേഷൻ, പർപ്പിൾ വൈറ്റ് കോമ്പിനേഷനിൽ യെല്ലോ സെൻറ്ററിലൊക്കെ കൊടുത്ത് കുറച്ച് ഡോട്ട്സൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ. ബോർഡർ പോലും ഞാൻ രണ്ടിനും സെയിം ആണ് കേട്ടോ കൊടുത്തത്. റൈറ്റിങ്സും രണ്ടിലും ഞാൻ ഫോണ്ടൻറ്റിൽ എഴുതി സെൻറ്ററിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഈ കേക്ക് ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ ഞാൻ സ്ക്വയർ കേക്കിൻ്റെ ഫിനിഷിംഗ് വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഓർക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.